ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസ ഫലമാണ്. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം, അത് ഭാഗ്യാധിപൻ കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. അത് സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ടാണ് സെപ്റ്റംബർ മാസത്തിൽ നിൽക്കുന്നത്. കൂടാതെ രാശ്യാധിപൻ കൂടിയായ ആ ആദിത്യൻ രാശിയിലും തുടർന്ന് ധനസ്ഥാനത്തേക്കും മാറും. ആയതിനാൽ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. അതായത് ദീർഘനാളുകളായിട്ട് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ തീർന്നു കിട്ടുന്ന ഒരു മാസം ധനപരമായിട്ടുള്ളത്. അത് കടങ്ങൾ വീടുന്നതിനായാലും നിയമപരമായിട്ടുള്ള കേസുകൾ കോടതി മുഖാന്തരമോ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാറുന്നതിന്, തൊട്ടടുത്തുള്ള ആൾക്കാരോടൊക്കെ ഒരു വായ്പ മേടിച്ചു കൊടുക്കാമെന്ന് പറയുന്ന കാലാവധി ആയില്ലെങ്കിൽ പോലും വിഷമിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ കടങ്ങൾ വീടുന്നതിനുള്ള യോഗമാണ്. വിദ്യാഭ്യാസ ലോണുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോണുകളൊക്കെ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും ആ ലോണ് വീടുന്നതിനുള്ള അല്ലെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാകുക, കുറച്ച് തുകയെങ്കിലും ഇളവ് ചെയ്ത് അടവ് പൂർത്തിയാകുന്നതിനൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ അപ്രതീക്ഷിതമായ യോഗമാണ് ഉള്ളത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചെയ്യും. അതായത് പ്രബല ഗ്രഹങ്ങൾ വിദ്യാഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ മാസം ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ധാരാളം ആൾക്കാരുണ്ട്. യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും പ്രമോഷൻ ആഗ്രഹിച്ചുകൊണ്ടും പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കുമൊക്കെ അങ്ങനെ ഒരു പ്രമോഷൻ വന്നു ചേരുവാനോ ജോലി കിട്ടുവാനോ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഐശ്വര്യപൂർണമായ കാലം. ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ദമ്പതികളായിട്ടുള്ളവർക്കും ഈ സ്ത്രീകളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും ഭാഗ്യമുള്ള ഒരു മാസം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് അധികം ഇടപെടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അത് ശത്രുക്കൾ ഒരു ആയുധമാക്കി നിങ്ങൾക്ക് ദുഃഖങ്ങൾ, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ ഉത്തമമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ദാനധർമാദികൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് അഭിവൃദ്ധികൾ വന്നു ചെയ്യും. ഉയർന്ന ഭാഗ്യാവസ്ഥ, അതായത് പ്രായമായ മാതാപിതാക്കൾക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും കുടുംബസമേതം കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വാഹന സംബന്ധമായ കാര്യങ്ങൾ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ നല്ലതാണ്. വാഹനഭാവത്തിൽ ശുഭഗ്രഹ ബന്ധമൊക്കെ ഉള്ളതിനാൽ പുതിയ ഗ്രഹം വന്നു ചേരുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഉള്ള ഗ്രഹം ഒന്ന് പുതുക്കി പണിയുന്നതിനോ ഒക്കെയുള്ള നല്ല യോഗമുള്ള ഒരു മാസമാണ്. അത് മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അതുപോലെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടുന്നതിനും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനുമൊക്കെ ഈ മാസം യോഗമുണ്ട്.
ശ്രീകൃഷ്ണ ഭഗവാന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. ശ്രീ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക. അഭിവൃദ്ധികൾ വന്നു ചേരും, ദോഷങ്ങളൊക്കെ മാറുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.